ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനാക്കി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത വിജയ്, പ്രശാന്ത്, പ്രഭുദേവ, ശിവകാർത്തികേയൻ, ത്രിഷ, മീനാക്ഷി ചൗധരി, ഒപ്പം തന്നെ ജയറാം തുടങ്ങി വലിയ താരനിര ഭാഗമായ തമിഴ് ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണല്ലോ ഗോട്ട. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 6 ദിവസത്തെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് 320 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 6ാം ദിവസമാണ് ചിത്രത്തിന് കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഏറ്റവും കുറവ് വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമായ ദിവസമെങ്കിൽ പോലും മറ്റൊരു മികച്ചൊരു ദിവസമായിട്ട് ഗോട്ടിന് മാറിയിരിക്കുന്നുവെന്നാണ് ഇതിനോടകം തന്നെ ട്രാക്കസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വർക്കിംഗ് ദിവസത്തിൽ പോലും സിനിമയ്ക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലും $5 ലക്ഷം വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ വന്നിരിക്കുകയാണ്. അതേസമയം നമ്മുടെ കേരളത്തിൽ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ 40 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് 11 കോടി 70 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നത്തോടെ 12 കോടി രൂപയ്ക്ക് മുകളിലെ ഗോട്ടിന് കേരള ഗ്രോസ് കളക്ഷൻ കടക്കാനായിട്ട് കഴിയും. ഇതിനിടയിൽ നോർത്ത് ഇന്ത്യൻ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 16 കോടി 55 ലക്ഷമാണ് സിനിമയുടെ ആദ്യ 6 ദിവസത്തെ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ. കേരളം ഉൾപ്പെടെ പല മേഖലകളിലും സിനിമയ്ക്ക് കാര്യമായ കളക്ഷൻ ഇടിവെല്ലാം തന്നെ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 6 ദിവസങ്ങളിലും വളരെ ശക്തമായിട്ട് മുന്നേറുന്ന പ്രധാനപ്പെട്ട മേഖലയായിട്ട് തമിഴ്നാട് മാറിയിരിക്കുകയാണ്. തുടർച്ചയായി 2ാമത്തെ വർക്കിംഗ് ദിവസവും, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും 10 കോടി രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ലോകമെമ്പാടും നിന്നുള്ള സിനിമയുടെ ആകെ അഭിപ്രായങ്ങളിൽ അല്പമെങ്കിലും ഡീസന്റ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു തമിഴ്നാട്. ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ സിനിമ വളരെ മികച്ച ഹോൾഡോടെ മികച്ച കളക്ഷനോടെ ഇപ്പോഴും മുന്നേറുകയാണ്. അപ്പോൾ 6 ദിവസങ്ങൾ കൊണ്ട് 320 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്ന വിജയ് ചിത്രം ഗോട്ടിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.